ഒരു ദൈവവൈദ്യന്റെ ഹൃദയം ഒരിക്കലും എംപ്റ്റിയാകാൻ പാടില്ല. അവന്റെ ഹൃദയം ദൈവവചനത്താൽ നിറഞ്ഞിരിക്കണം. നിന്റെ അകത്ത് വീഴുന്ന ദൈവവചനം എന്ന വിത്തിനെ കൊത്തിപ്പറക്കുന്ന പറവകൾ നിനക്കെതിരെ ചിറകടിച്ചു വരുന്നത് കേൾക്കുമ്പോൾ നിന്റെ വീട് അല്ലെങ്കിൽ നിന്റെ ഹൃദയം അല്ലെങ്കിൽ നിന്റെ ജീവിതം കെട്ടിയടയ്ക്കപ്പെട്ട ഒരു വേലിയുള്ളതാകണം. ഒരു പറവകൾക്കും ഒരു ശത്രുവിനും വന്നു കയറി നിന്റെ അകത്ത് ദൈവമിട്ട വിത്ത് എടുത്തോണ്ട് പോകാൻ പാടില്ല. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും തങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ദൈവവചന ധ്യാനം. ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കണം. ദൈവം മോശയോട് പറയുമ്പോൾ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പൊ ദൈവവചനം ഇരിക്കേണ്ട സ്ഥലം ഹൃദയമാണ്. സ്തോത്രം. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ വിത്തിനെ പറവകൾ എടുത്തുകൊണ്ടു പോകുന്ന ഒരു ഉപമ പറഞ്ഞു. അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, വിത്ത് വചനമാണ്. ആ വചനം നല്ല ഫലം ഹൃദയത്തിൽ കിടന്ന് കായ്ക്കേണ്ടതാണ്. ആ ഫലം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ വിത്ത് എടുത്തുകൊണ്ടു പോകുക. ഒരു ദൈവവൈദ്യന്റെ ഹൃദയം ഒരിക്കലും എംപ്റ്റിയാകാൻ പാടില്ല. അവന്റെ ഹൃദയം ദൈവവചനത്താൽ നിറഞ്ഞിരിക്കണം. നിന്റെ അകത്ത് വീഴുന്ന ദൈവവചനം എന്ന വിത്തിനെ കൊത്തിപ്പറക്കുന്ന പറവകൾ നിനക്കെതിരെ ചിറകടിച്ചു വരുന്നത് കേൾക്കുമ്പോൾ, സ്തോത്രം, നിന്റെ വീട് അല്ലെങ്കിൽ നിന്റെ ഹൃദയം അല്ലെങ്കിൽ നിന്റെ ജീവിതം കെട്ടിയടയ്ക്കപ്പെട്ട ഒരു വേലിയുള്ളതാകണം. ഒരു പറവകൾക്കും ഒരു ശത്രുവിനും വന്നു കയറി നിന്റെ അകത്ത് ദൈവമിട്ട വിത്ത് എടുത്തോണ്ട് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ജീവിതത്തിൽ വലിയ ശൂന്യതയുണ്ടാകും. പൈശാചിക വെല്ലുവിളികൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്നപ്പോ പിശാചിനോട് വാക്കുകൾ കൊണ്ടല്ല ക്രിസ്തു മറുപടി പറഞ്ഞത്, വചനങ്ങൾ കൊണ്ടാ മറുപടി പറഞ്ഞത്. ഹൃദയം ദൈവവചനത്തിന്റെ സംഭരണശാലയായാൽ 45-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുക, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഒരു പ്രതിസന്ധി നിനക്ക് മുമ്പിൽ വരുമ്പോ നിന്റെ അകത്തൊന്ന് ഉയർന്നു വരേണ്ടത് ഹൃദയത്തിനകത്ത് നിറഞ്ഞു കിടക്കുന്ന വചനത്തിന്റെ വാക്കുകളാണ്. നിനക്കെതിരെ ഒരാൾ അസ്ത്രം തൊടുത്തുവിടുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങേണ്ട വചനം, എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഭരിക്കത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം നിങ്ങൾക്ക് വെളിപ്പെടുത്തുക, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവവചനം വസിക്കുന്നൊരു ഹൃദയമായി നിങ്ങളുടെ ഹൃദയം മാറട്ടെ. പിശാചിന്റെ ചോദ്യങ്ങൾക്ക് 3 വചനങ്ങൾ യേശു എടുത്തു വിട്ടപ്പോൾ പരീക്ഷ തികച്ച ശേഷം പിശാചി വഴിമാറിപ്പോയി. നിന്റെ മുമ്പിൽ ശത്രു വഴിമാറണമെങ്കിൽ നിന്റെ ഹൃദയം ദൈവവചനത്തിന്റെ സമൃദ്ധിയാൽ നിറയണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവവചനത്തിന്റെ സമൃദ്ധിയാൽ നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് തരാൻ പോകുന്നോണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. ഹല്ലേലൂയ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, അവരുടെ ബന്ധനങ്ങൾ അഴിയണം, അവരുടെ പ്രതിസന്ധികൾ മാറണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തിരുവചനത്താൽ നിറയുന്നൊരു ഹൃദയം യേശു നിങ്ങൾക്ക് തരട്ടെ. ഗോഡ് ബ്ലസ് യു.